ഒരു നിമിഷം ബാർസലോണയുടെ വിജയം ആഗ്രഹിച്ചു പോയ ഒരു മത്സരം. ക്യാമ്പ് നൗവിൽ തടിച്ചുകൂടിയ 45,000-ൽ പരം കാണികളും ബാർസ വിജയം കൺമുമ്പിൽ കണ്ടു കാണും. 4 ഗോളിന്റെ ലീഡ് സേഫാക്കി നിർത്താൻ ഡിഫൻസിനെ സജ്ജമാക്കുമ്പോൾ മറുഭാഗത്ത് ബാർസലോണ തുടക്കം മുതൽ ഒടുക്കം വരെ നിർത്താതെയുള്ള അറ്റാക്ക്. ശരിക്കും ആദ്യ ലെഗിൽ വഴങ്ങിയ 4 ഗോളുകളാണ് ഈ മത്സരത്തിലും ബാർസയെ തോൽപ്പിച്ചത്. കൺസീഡ് ചെയ്ത ഗോളുകളിൽ ഒന്നെങ്കിലും അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ രണ്ടാം പാദത്തിലെ റിസൾട്ട് മറ്റൊന്നായി മാറിയേനെ. പ്രഡിക്ഷനുകൾ പലതും അനായാസം അത്ലറ്റിക്കോ എന്ന് അടിവരയിട്ടപ്പോൾ വലിയൊരു വെല്ലുവിളിയാണ് ബാർസലോണ ഉയർത്തിയത്. മെട്രോപൊളിറ്റാനക്കാർ കളി മറന്നിടത്ത് ക്യാമ്പ് നൗ ശരിക്കങ്ങ് കളിച്ചു. 4 ഗോളിന്റെ ലീഡുണ്ടായതുകൊണ്ട് മാത്രം അത്ലറ്റിക്കോ രക്ഷപ്പെട്ടു. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ബാർസലോണയുടെ അറ്റാക്കിംഗ് പൂർണ്ണ ശക്തി പ്രാപിച്ചിരുന്നു. വിങ്ങുകളിലും മിഡ്ഫീൽഡുകളിലും പന്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നത് ബാർസ തന്നെയായിരുന്നു. യമാലിന്റെ ഡേഞ്ചർ മൂവുകൾ പലപ്പോഴും അപകടം വിതച്ചു. അത്തരമൊരു നീക്കമാണ് ഒരു സിമ്പിൾ ടച്ചിലൂടെ ഗോളാക്കി മാറ്റാൻ ബേണലിന് സാധിച്ചത്. പിന്നീട് പെനാൽറ്റി വലയിലെത്തിച്ച റാഫിഞ്ഞയും രണ്ടാം പകുതിയിൽ ബേണലിന്റെ ബ്രൈസ് കൂടിയെത്തിയതോടെ 3 ഗോളിന്റെ വ്യക്തമായ ലീഡ് ബാർസ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. സമനില ഗോളിനായി സമയം വേണ്ടുവോളം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഒരിക്കലും അത്ലറ്റിക്കോ കോട്ട തകർക്കാൻ ബാർസക്കായില്ല. അവസരങ്ങൾ പലതും തുറന്നെടുത്തെങ്കിലും യുവാൻ മൂസയുടെ നീളം കരങ്ങൾക്ക് മുമ്പിൽ എല്ലാം തകർന്നടിഞ്ഞു. ബാർസയുടെ 11 പേരും കളം നിറഞ്ഞപ്പോൾ അത്ലറ്റിക്കോയുടെ കീപ്പർ യുവാൻ മൂസയുടെ പ്രകടനമാണ് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് മെട്രോപൊളിറ്റാനക്കാർക്ക് ഉറപ്പിച്ചത്. മത്സരത്തിൽ 3 ഗോളിന് ബാർസലോണ വിജയിച്ചെങ്കിലും അഗ്രിഗേറ്റിൽ 4-3 ടീം പുറത്തായിരിക്കുകയാണ്. ആദ്യ ലെഗിൽ കൺസീഡ് ചെയ്ത ഗോളുകൾക്ക് ഇന്ന് വലിയ വില നൽകേണ്ടിയിരിക്കുന്നു. തോൽവിയാണെങ്കിലും ഈ തോൽവി ഒരു പ്രൗഡ് മൊമെന്റിനാണ് സാക്ഷ്യം വഹിച്ചത്. എഴുതിത്തള്ളിയ നിലയിൽ നിന്നും ഒരു നിമിഷം വിജയം കൈക്കുള്ളിലാക്കി എന്ന തോന്നൽ വരെ തോന്നിപ്പിച്ചൊരു മത്സരം. ബാർസലോണയുടെ ഫൈറ്റിംഗ് സ്പിരിറ്റും മെന്റാലിറ്റിയും വളരെ മികച്ചു നിന്നിരുന്നു. എത്ര ഗോളിന് പരാജയപ്പെട്ട് നിൽക്കുകയാണെങ്കിലും പ്രഡിക്ഷനിൽ പ്രതികൂലമായാലും വിജയിക്കണമെന്ന ഗോളടിക്കണമെന്ന മെന്റാലിറ്റി 11 പേരിലും ദൃശ്യമായിരുന്നു. നിലവിൽ ഈ ടീം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. വരാനിരിക്കുന്ന ഹൈ കോമ്പറ്റീവ് മത്സരങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന പ്രകടനമാണ് ബാർസലോണ ഇന്നലെ കാഴ്ചവെച്ചത്. മറുഭാഗത്ത് സിമിയോണിയുടെ അത്ലറ്റിക്കോ കൃത്യമായി ഡിഫെൻഡ് ചെയ്ത് പ്രതിരോധം 3 വട്ടം തകർന്നെങ്കിലും പിന്നീട് ഡ്രോയിലേക്ക് കൊണ്ടെത്തിക്കാൻ അവർക്കൊരു അവസരം നൽകിയില്ല. പ്രതിരോധം കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് മറ്റൊരു ഫൈനൽ കളിക്കാൻ പോവുകയാണ്.